നമസ്കാരം. പ്ലേ ഓഫ് യോഗ്യത നേടാനുള്ള ഫൈനൽ പോരാട്ടത്തിൽ മികച്ച മാർജിനിൽ വിജയിച്ച് റോയൽ ചാലഞ്ചേഴ്സിന്റെ മുന്നേറ്റം. 27 റൺസിന് പരാജയപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായി. RCB, CSK, ഡൽഹി ക്യാപിറ്റൽസ്, LSG ടീമുകൾക്കെല്ലാം 14 പോയിന്റ് ആണെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ RCB മാത്രം യോഗ്യത നേടുകയാണ്. സ്കോർ നോക്കുകയാണെങ്കിൽ RCB 20 ഓവറിൽ 5-ന് 218, CSK 20 ഓവറിൽ 7-ന് 191. 37 പന്തിൽ 61 റൺസ് എടുത്ത് രജിൻ രവീന്ദ്ര നടത്തിയ ശ്രമവും CSKയുടെ രക്ഷയ്ക്കെത്തിയില്ല. 219 റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് ആദ്യ പന്തിൽ തന്നെ കനത്ത ഷോക്കാണ് RCB നൽകിയത്. മിന്നും ഫോമിലുള്ള ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിനെ റൺസ് എടുക്കും മുമ്പേ തന്നെ മാക്സ്വെൽ യാഷ് ദയാലിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. പിന്നാലെ ഡാരിൽ മിച്ചൽ 4 റൺസുമായി മടങ്ങി. ആവശ്യമായ റൺ റേറ്റ് ഇല്ലാതെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടും തോൽവി മുന്നിൽ കണ്ട CSKയുടെ നേരിയ പ്രതീക്ഷകൾ ഇതോടെ രവീന്ദ്ര ജഡേജ, MS ധോണി എന്നിവരിലാവുകയായിരുന്നു. ജഡേജ 22 പന്തിൽ 42 റൺസ് എടുത്തു. ധോണി 13 പന്തിൽ 25 റൺസ് നേടിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും പര്യാപ്തമാകുന്നില്ലായിരുന്നു. നിർണായക മത്സരത്തിൽ ടോസ് നേടിയ CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാഡ് സന്ദർശകരെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഓപ്പണർമാരായ വിരാട് കോഹ്ലിയും ഫാഫ് ഡു പ്ലസിയും RCBക്ക് നല്ല തുടക്കം തന്നെയാണ് നൽകിയത്. ഒന്നാം വിക്കറ്റിൽ 78 റൺസ് നേടിയ ശേഷമാണ് കൂട്ടുകെട്ട് അവസാനിച്ചത്. കോഹ്ലി തന്നെയാണ് ആദ്യം പുറത്തായത്. അർദ്ധ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ വെച്ച് സാൻഡറിന്റെ പന്തിൽ ഡാരിൽ മിച്ചലാണ് ക്യാച്ച് എടുത്തത്. 29 പന്തിൽ 4 സിക്സറുകളും 3 ഫോറുകളും സഹിതമാണ് 47 റൺസ് എടുത്തത്. ടീം സ്കോർ 113 എത്തി നിൽക്കെ ഡുപ്ലസി റൺഔട്ട് ആവുകയായിരുന്നു. സാൻഡറിന്റെ ത്രോയിൽ തേർഡ് അമ്പയർ വിധിച്ച ഔട്ട് വലിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാറ്റ് ക്രീസിൽ എത്തിയിരുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് ബാറ്റ് ചെയ്യാൻ എത്തിയത് രജിത് പടിദാർ ആണ്. കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോം ഇദ്ദേഹം ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 23 പന്തിൽ 41 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. കാമറൂൺ ഗ്രീൻ 17 പന്തിൽ പുറത്താവാതെ 38 റൺസുമായി മികച്ച സംഭാവന നൽകി. 5 പന്തിൽ 16 റൺസുമായി ഗ്ലെൻ മാക്സ്വെല്ലും 6 പന്തിൽ 14 റൺസുമായി ദിനേശ് കാർത്തിക്കും അവസാന ഓവറുകളിൽ സ്കോറിംഗ് ഉയർത്തുകയായിരുന്നു. എന്തു തന്നെയായാലും RCB പ്ലേ ഓഫിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇത്തവണ ഫൈനലിൽ എത്തുമോ, കപ്പടിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.